ശരി, ജയകൃഷ്ണൻ തണ്ണിത്തോട് എന്നോടൊപ്പം തത്സമയം ചേരുന്നു. ജയകൃഷ്ണൻ, ഈ അന്വേഷണ റിപ്പോർട്ട് വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. അതിനുശേഷം അത് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ്? അതായത് എന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് 2016 ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്നെ പോലെ സാധാരണക്കാരന് വളരെ പെട്ടെന്ന് ഈ റിപ്പോർട്ട് നമുക്ക് കിട്ടണമെന്നില്ല. പ്രത്യേകിച്ച് ഇത് പോലീസിന്റെ DGP ഓഫീസിൽ ഇരിക്കുന്ന റിപ്പോർട്ടാണ്. ഒരു സാധാരണക്കാരൻ ആ റിപ്പോർട്ട് അത്ര എളുപ്പത്തിൽ ആ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു വിവരവും അറിയണമെന്നില്ല. പക്ഷേ ഞാൻ 2012 തൊട്ട് ഇപ്പോൾ 2025 അവസാനം എത്തി നിൽക്കുന്നത് വരെ ഇടവേളകളില്ലാതെ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കേരള പോലീസിലെ ഇങ്ങനെ ഒരു ക്രിമിനൽ ഉദ്യോഗസ്ഥനെതിരെ ഏറ്റവും കൂടുതൽ കാലമായി കേസ് നടത്തുന്ന ആളെന്ന നിലയിൽ ഞാൻ 1% പോലും ഇതിൽ നിന്ന് പുറമോട്ട് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ആലസ്യം ഉണ്ടാവുകയോ കേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയത്. ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹരിശങ്കർ സാർ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഈ കേസ് അന്വേഷിക്കുകയും എന്റെ മൊഴിയെടുക്കുകയും അതിനെ സംബന്ധിച്ച് പരിശോധിച്ച് അതിനെ സംബന്ധിച്ച് എവിഡൻസ് കിട്ടി. ആ റിപ്പോർട്ടിനകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പറയുന്നുണ്ട്, ഈ മധുബാബു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന് പറയുന്നു. എന്നെ അകാരണമായിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയുന്നു. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുണ്ടെന്ന് ആ റിപ്പോർട്ടിനകത്തിൽ പറയുന്നു. അപ്പൊ ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥന്റെ ഈ റിപ്പോർട്ട് അന്ന് DGP ഓഫീസിൽ അത് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. അന്നത്തെ DGP ആയിരുന്ന സെൻകുമാർ സാർ അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് ഇരുചെവി അറിയാതെ അതീവ രഹസ്യമായി റിപ്പോർട്ട് അവിടെ മറ്റൊരു നടപടിക്രമങ്ങളും ചെയ്യാതെ അവിടെ പൂഴ്ത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പോലീസിലെ ക്രിമിനലായിട്ടുള്ള പോലീസിലെ കുറെ ഉദ്യോഗസ്ഥർ, അവരുടെ മേലാളന്മാരായിരിക്കുന്ന കുറേയേറെ ഉദ്യോഗസ്ഥർ, ഇവരൊരു വലിയ ഫോക്കസ് പോലെ കേരളത്തിൽ മനസ്സിലാക്കും. നമ്മൾ ജയകൃഷ്ണനാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജയകൃഷ്ണൻ ആക്രമിക്കപ്പെട്ട കേസിനകത്തെ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, പറയൂ ജയകൃഷ്ണൻ, പറയൂ. അതായത് കേരളത്തിലെ പോലീസുകാർ, കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇത് അവർക്ക് മർദ്ദനമേറ്റാൽ അവര് മർദ്ദിക്കുന്ന ആളിനെ ദിവസങ്ങളോളം ജയിലിലടയ്ക്കും. ഇത് തിരിച്ചാകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇതൊരു തരം ഇരട്ടത്താപ്പനാണ് പോലീസ് സ്വീകരിക്കുന്നത്. പോലീസിലെ ക്രിമിനലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ ക്രിമിനലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് കളയണം. എന്റെ വിഷയത്തിലെ പ്രതിയായ മധുബാബു, ഈ കേരള പോലീസ് ചരിത്രത്തിൽ ഇന്ന് വരെ 2 കേസിൽ ശിക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ കേരള പോലീസിലുണ്ടോ? അതുപോലെ തന്നെ കേരള പോലീസിൽ ഇത്രയേറെ നിരവധി ക്രിമിനൽ കേസ് ആ മധുബാബു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ, DYSP ആയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിരവധിയായ ക്രിമിനൽ കേസ് നിലവിലുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ഉയർന്ന നിലവാരത്തിൽ. ഇപ്പൊ മുഖ്യമന്ത്രിയോട് നേരിട്ട് അദ്ദേഹത്തിന് പക്ഷെ അറിയണമെന്നില്ല, അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയണമെന്നില്ല. ഇത് സമയബന്ധിതമായി ഈ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഉയർന്ന നിലവാരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. നിർഭാഗ്യവശാൽ അവർ ആ ജോലി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന നിലയിലേക്ക് ഓരോ ദിവസവും പോലീസിന്റെ വാർത്തകൾ വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് LDF ഗവൺമെന്റിന്റെ പോലീസിന്റെ നയമെന്ന് പറയുന്നത് അക്രമകാരികളായ പോലീസുകാരെ ഒരു തരത്തിലും വെച്ചുറപ്പിക്കുന്ന നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയമെന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്താണ് എന്റെ സംഭവം ഉണ്ടായത്. എന്റെ സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വരികയായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജിവെച്ചു പോകേണ്ടി വന്നത്. അത്രയ്ക്കും 3-ാം മുറയാണ് എനിക്ക് നേരെ പ്രയോഗിച്ചത്. ഇപ്പൊ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് 3-ാം മുറ അടി തന്നെയാണ്, മർദ്ദനം തന്നെയാണ്, വേദന തന്നെയാണ്. പക്ഷെ 3-ാം മുറ പോലുള്ള സംഭവങ്ങൾ ഇന്ന് കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നുള്ളൂ. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് പോലീസിന്റെ വേട്ടയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് എനിക്കെതിരെ 40-ലധികം കേസുകളാണ് എനിക്കെതിരെ അന്നത്തെ UDF ഗവൺമെന്റ് എനിക്കെതിരെ എടുത്തത്.